സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയമോഹൻ ആകെ അപമാനത്തിനായിട്ട് വീട്ടിലെത്തുന്നുണ്ട്. ഒരേ ഒരു മകള് കാരണം എവിടെയും നാണം കെടാനാണല്ലോ തൻ്റെ വിധി എന്ന് അയാൾ ചിന്തിച്ചിരിക്കണം. സാഗറിൻ്റെ 2 മക്കളെക്കുറിച്ച് അയാൾക്ക് അഭിമാനം തോന്നിയപ്പോൾ ജയമോഹൻ അപമാനം സഹിച്ചിരിക്കുകയാണ്. അങ്ങനെ കൃഷും കൺമണിയും സംസാരിക്കുന്നിടത്ത് മാനസ വരുന്നുണ്ട്. മഹിയും അവിടെ ഉണ്ടായിരുന്നു. മാനസിക്ക് കൂടുതൽ ദേഷ്യം വരാനും ഒക്കെ വേണ്ടി മഹി ഓരോ കുസൃതി തരങ്ങൾ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ കൃഷ്ണയെയും കൺമണിയും പുകഴ്ത്തിക്കൊണ്ടുതരണം കേട്ടോ. അത് പുകഴ്ത്തൽ മാത്രമൊന്നുമല്ല, മാനസിക അവർ ദേഷ്യമായതുകൊണ്ട് അത് വെറുതെ പുകഴ്ത്തൽ മാത്രമാണെന്ന് അവൾക്ക് തോന്നിയത് മാത്രമാണ്. അവൾ ദേഷ്യപ്പെട്ട് മതിയെന്നും അത്യാവശ്യം 2 പേരെയും സുഖിപ്പിക്കാനുള്ളതായി എന്നും മറ്റും പറയുന്നുണ്ട്. കുമാരിമാരുടെ ഹൃദയം കുംഭമാസ നിലാവ് പോലെയാണെന്നും ഇടയ്ക്ക് പിണങ്ങുകയും ഇടയ്ക്ക് ഇണങ്ങുകയും ചെയ്യുകയാണെന്നും അതിനായിട്ട് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താൽ ഇണങ്ങുമെന്നൊക്കെ ജോത്സ്യൻ്റെ വാക്ക് കേട്ട് വരുൺ കൺമണിക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതെന്ന് അറിയാമെന്ന് പറഞ്ഞ് വരുൺ ഒരു ലോഡ് ഗിഫ്റ്റ് പാക്കറ്റുമായിട്ട് കൺമണിക്ക് മുന്നിലെത്തുന്നുണ്ട്. അതിനിടയിൽ മാനസയും സോഫിയും പറഞ്ഞു വിടേണ്ടെന്ന സാഗറിൻ്റെ വാക്കുകൾ കൃഷ്ണനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും തെറ്റ് ചെയ്തിട്ടും അവരെ ശിക്ഷിക്കാൻ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് കൃഷ്ണൻ്റെ ഉള്ളിൽ. അതയാൾ കൺമണിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. സാഗർ സർ എന്തെങ്കിലും കണ്ടിട്ട് തന്നെയായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുകയായിരിക്കും എന്നും എടുത്തു ചാടണ്ട, ഒന്നും ചെയ്യേണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ടാകും എന്നും നമ്മളെപ്പോലെ എടുത്തു ചാടി ഓരോന്നും ചെയ്യുകയല്ല എന്നും അതാണ് പക്വതയുള്ളവരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്നും കൺമണി പറയുമ്പോൾ എന്ത് വ്യത്യാസം? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ വേണ്ടി പക്വതയുള്ളവരൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നും ഉടനെ തന്നെ കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും കൃഷി പറയുന്നുണ്ട്. പിന്നീട് വരുൺ കൺമണിയുടെ കാല് പിടിച്ച് അവളെ ഒരു പാർക്കിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അവിടെ വെച്ച് ഒരു കോമാളിയെ പോലെ പെരുമാറുന്ന വരുണിനെ കുറേ ആളുകൾ പഞ്ഞിക്കിടുന്നുണ്ട് കേട്ടോ. അത് കണ്ട കൺമണി ചിരിക്കുന്നുണ്ട്. അതിനിടയിലും അയാളുടെ അവസ്ഥ കണ്ട് അവൾക്ക് സഹതാപവും തോന്നുന്നുണ്ട്. അലിഗയിൽ ചെയ്തു വെച്ച കാര്യം ജയമോഹൻ മാനസിയോട് ചോദ്യം ചെയ്യുമ്പോൾ അവൾ അത് ഒരു കൂസലും കൂടാതെ തുറന്നു പറയുകയാണ് കേട്ടോ.